പ്രാവിന് പൂർണ്ണമായിട്ട് നിർത്തിയിട്ടുണ്ട് അവന്. എൻ്റെ അടുത്ത ഫ്രണ്ട്സ് ആഫ്രിക്കൻ ബ്രീഡേഴ്സ് ഓരാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ഡൗൺ പറഞ്ഞെടുക്കുന്നത്. കാരണം ഹലോ ഗൈസ്, എൻ്റെ പേര് വിശാഖ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബേഡ്സ് ഒക്കെ. അപ്പം ഞാൻ ഇന്ന് വന്നത് എന്താ വെച്ചാൽ, കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എന്താ വെച്ചാൽ മാർക്കറ്റിൻ്റെ അവസ്ഥയെ പറ്റിയിട്ട്. അപ്പം എനിക്ക് അതിലൂടെ മനസ്സിലായി അത്രയും പേർക്ക് ഇതിനെ പറ്റി അറിയണമെന്ന്. കാരണം എനിക്ക് ഇൻസ്റ്റാഗ്രാമിലാണ് ഏറ്റവും കൂടുതൽ മെസ്സേജ് വന്നത്. അതും പലരും പുറത്തുള്ള ആൾക്കാരാണ് കേട്ടോ. ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ, ഇതിനെ വാങ്ങാൻ താല്പര്യമുള്ളവരാണ് പലരും വന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന്. അപ്പോൾ അതിനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ദയവ് സ്കിപ്പ് ചെയ്ത് കാണുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. തൊട്ടുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ പോയിന്റിലേക്ക് വരാം. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു പണ്ടത്തെ മാർക്കറ്റ്. അപ്പോൾ പണ്ടത്തെ മാർക്കറ്റ് അത്ര നന്നാവാനുള്ള കാരണം കൊറോണയാണ്. ഇന്നത്തെ ഈ മോശത്തിലുള്ള കാരണം കൊറോണയാണ് പറഞ്ഞിരുന്നു. അപ്പോൾ പലരും എനിക്ക് വന്ന് ചോദിച്ച ചോദ്യമാണ്, എല്ലാ ബേഡ്സിനും മാർക്കറ്റ് അങ്ങനെയാണോ എന്ന്. ടോട്ടൽ ബേഡ്സ് അല്ല, പെറ്റ്സ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റേ അങ്ങനെയാണ്. ഇപ്പോൾ നമുക്ക് സിമ്പിളായി പറയുകയാണെങ്കിൽ ക്യാറ്റിനെ പോറ്റുന്നിടത്ത് ചോദിച്ചാൽ മതി. ക്യാറ്റ്, അതായത് ഞാൻ കൊറോണ സമയത്ത് എനിക്ക് ക്യാറ്റിന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് ഡോൾ ഫേസിലേക്ക് എനിക്ക് തോന്നുന്നത് ഒരു 8 റുപ്യ 10 റുപ്യ റേഞ്ചിൽ കിട്ടാനില്ല. സെമിയൊന്നും പറയണ്ട, സെമിയും അതുപോലെ തന്നെ പഞ്ച് ഫേസൊന്നും പറയേ വേണ്ട, അത്ര റേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഹിമാലയൻ കാറ്റൊക്കെ ഒരു 23-24 റുപ്യ റേഞ്ചിലൊക്കെ നന്നുള്ള കേട്ടോ, ആ റേഞ്ചിൽ ചെയ്യുന്നു. പക്ഷേ ഇന്ന് അതൊക്കെ എവിടെ എത്തിയെന്ന് വെച്ചാൽ ഇപ്പോൾ 2000 റുപ്യ 1500 രൂപയ്ക്ക് ഇവിടെ നിലവിൽ ബത്തേരിയിൽ ഏഷ്യൻ കാറ്റിൻ്റെ കിച്ചൻസിന് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർ. ഷോപ്പിലേക്ക് കേട്ടോ 1500-2000 റുപ്യക്ക് വരെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ 2 ആഴ്ച മുമ്പാണ് 1500 രൂപയ്ക്ക് അവൻ്റെ ഡോൾ ഫേസിൻ്റെ കുഞ്ഞുങ്ങളെ കൊടുത്തത്. അപ്പം അത്രയും ഡൗൺ ആയിട്ടുണ്ട് നിലവിലുള്ള മാർക്കറ്റ്. അത് ക്യാറ്റിൻ്റെ തരത്തിൽ, ഡോഗിൻ്റെ തരത്തിൽ അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. ബേഡ്സിൻ്റെ തരത്തിൽ പറയണ്ട. പിന്നെ പ്രാവ്, അപ്പം ഞാൻ അന്ന് ആ ഒരു വീടിട്ട സമയത്ത് അതിലൊരു കമൻറ്റ് തന്നെയാണ് പീജിയൻ എന്ന് പറഞ്ഞിട്ട്. അത് പീജിയൻസിൻ്റെ മാർക്കറ്റ് വളരെ ഡൗൺ ആണ് എൻ്റെ അറിവിൽ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫ്രണ്ട് സ്റ്റോപ്പ് ചെയ്ത്, അവൻ ഫുൾ ബ്രീഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. 2-3 വീഡിയോ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു പ്രാവിന് പൂർണ്ണമായിട്ട് നിർത്തിയിട്ടുണ്ട്, അവന് ബ്രീഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഇതേപോലെ തന്നെയായിരുന്നു. ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ഞാൻ തുടങ്ങിയത്, അതായത് ഞാനൊരു 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ പ്രാവിന് തുടങ്ങുന്നത്. അന്ന് ഞാൻ ഫസ്റ്റ് വാങ്ങുന്നത് നാടൻ പ്രാവിനാണ്. അന്ന് ഏകദേശം 350-400 രൂപയ്ക്കാണ് നാടൻ പ്രാവിന് കിട്ടാനുള്ളൂ കേട്ടോ, വൈറ്റിന്. ആ സമയത്താണ് ഞാൻ വാങ്ങുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ ജാക്കോബ് ഉണ്ടായിരുന്നു, കപ്പോച്ചി ഉണ്ടായിരുന്നു, കന്യാസ്ത്രീ, അതേപോലെ തന്നെ സ്പ്രില്ല്, മുദീന, മുഗി, അങ്ങനെ ഇല്ലാത്ത വെറൈറ്റീസുകളൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത് എൻ്റെ കയ്യിൽ പ്രാവുകളിൽ. അപ്പം അത്രയും വെറൈറ്റീസ് ഉള്ള സമയത്താണ് ഞാൻ, അത്രയും വിലയുള്ള സമയത്താണ് ഞാൻ അത്രയും ബേഡ്സിനെ പോറ്റിയിരുന്നത്. ഇന്നും ആർക്കും വേണ്ട. ഇപ്പോൾ ജാക്കോബിനായിക്കോട്ടെ അതിനൊന്നും ആർക്കും വേണ്ട. എനിക്കൊന്ന് ഇപ്പോൾ തോന്നുന്നത്, എനിക്ക് തന്നെ നമ്മളെ ചില പ്രാവുകൾക്ക് ഇപ്പോഴും മാർക്കറ്റ് ഉണ്ട്. പറവപ്രാവുകൾ പറയുന്നത് കേട്ടോ, റൈസിങ് ഹോമേഴ്സ്, അവർക്ക് മാർക്കറ്റ് ഉണ്ടെന്നാണ് എനിക്ക് അറിവ്. കാരണം റൈസിങ് ഹോമർ ഇപ്പോൾ അത്യാവശ്യം പോകുന്നുണ്ട് ആ ഒരു രീതിയിൽ. നല്ല നല്ല റൈസിങ് ഹോമേഴ്സ്, നല്ല കോമ്പറ്റീഷൻസ് ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ. അതുപോലെ നല്ല ക്വാളിറ്റി, ഷോ ക്വാളിറ്റി ഉള്ള കുറേ പീജിയൻസിനും മാർക്കറ്റ് ഉണ്ട്. പിന്നെ എൻ്റെ നമ്മളെ സഡൻ ഇപ്പോഴത്തെ മാർക്കറ്റിനെ പറ്റി പറയാം. അപ്പം ഇപ്പോഴത്തെ മാർക്കറ്റ് എന്താണ് ബേഡ്സിൻ്റെ അവസ്ഥ എന്ന് ചോദിച്ചാൽ, ഞാൻ സൺകുന്നൂറിന് മാത്രം പറഞ്ഞത്. സൺകുന്നൂറിൻ്റെ മാർക്കറ്റാണ് ഡൗൺ അങ്ങനെ വിചാരിക്കരുത്. സൺകുന്നൂറിൻ്റെ അല്ല, പൈനാപ്പിൾ കുന്നൂറിനാണ്. കോക്കട്ടേഴ്സ് ലുട്ടിനോസിൻ്റെ മാർക്കറ്റ് ഡൗൺ ആണ്. ലവ് ബേഡ്സിന് ആർക്കും വേണ്ടതാണ്. അതേപോലെ തന്നെ കിഞ്ചസുകൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കറ്റ് ഉണ്ട് കേട്ടോ. അത് ആ ഒരു രീതിയിൽ വരികയാണെങ്കിൽ എൻ്റെ അടുത്ത ഫ്രണ്ട്സ് ആഫ്രിക്കൻ ബ്രീഡേഴ്സ് ഓരാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ഡൗൺ പറഞ്ഞെടുക്കുന്നത്. കാരണം ആഫ്രിക്കന് പോയി ഇപ്പം അന്ന് പറഞ്ഞ പോലെ തന്നെ തമിഴ്നാട്ടിലൊക്കെ 200-250-300 സിംഗിൾ പീസിന് ആഫ്രിക്കന് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എവിടെ എത്തിയെന്ന് നമുക്ക് നോക്കണം. കാരണം പഴയ നമ്മളെ ലവ് ബേഡ്സിന് വിലയ്ക്ക് ആഫ്രിക്കനെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ലോട്ട് എടുക്കുന്ന സമയത്ത് കേട്ടോ. ലോട്ട് മീൻസ് അതായത് വെച്ചാൽ കുറേ എടുക്കുകയാണെങ്കിൽ, കുറേ ബേഡ്സ് എടുക്കുകയാണെങ്കിൽ. അതിനുള്ള വേറെ പല കാരണങ്ങളും പലരും പറയുന്നുണ്ട്. പുറമേ നിന്നുള്ള ബേഡ്സിന്റെ വരവോട് കൂടിയാണ് നമ്മൾ ഇവിടുത്തെ ബേഡ്സിന്റെ മാർക്കറ്റ് ഡൗൺ ആയത്. ശരിയാണ്. പല ബേഡ്സ്, അത് നിങ്ങൾക്ക് ഇപ്പം എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്ക് അറിയൂല. യൂഷ്വലി നമ്മൾ പല സ്ഥലത്തും കൊടുക്കുന്ന ബ്രീഡർമാരെ എന്നല്ലാതെ പല സ്ഥലത്തും കൊടുക്കുന്ന ബേഡ്സുകളൊക്കെ പുറമേ വന്ന ബേഡ്സുകളാണ്. അതിന് വളരെ മാർക്കറ്റ് കുറവാണ്. അപ്പം അതാണ് ഇന്നത്തെ മാർക്കറ്റ് കുറവിന് കാരണം. കാരണം വെച്ചാൽ അതിന് പലതരം കംപ്ലൈൻറ്റ്സ് ഉണ്ടാവും. എപ്പോഴും നമ്മളല്ലേ, ചിലപ്പോൾ ക്വാളിറ്റി കുറവായിരിക്കും, ചിലപ്പോൾ അല്ലാതെ വേറെ പല കംപ്ലൈൻറ്റ്സ് ഉണ്ടാവും. അല്ലാതെ ചിലവർ വിറ്റ് ഒഴിവാക്കുന്നവരുണ്ട്. ഇങ്ങനെ 3 കാറ്റഗറിയാണ് നിലവിലുള്ളത്. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് എന്ന് വെച്ചാൽ
വളരെ ഡൗൺ ആണ് ബേഡ്സ് മാർക്കറ്റ്. അതിൽ പക്ഷേ ഇപ്പം അന്ന് ഞാൻ ആ വീഡിയോന്റെ അവസാനം പറഞ്ഞ് നല്ലതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറഞ്ഞ സ്ഥിതിക്ക് എന്നോട് 2-3 പേര് ചോദിച്ചു ഇൻവെസ്റ്റ് ചെയ്യാല്ലേ ധൈര്യമായിട്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യാം, തീർച്ചയായും ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അത്യാവശ്യം വലിയ ബേഡ്സിന് മാത്രം എടുക്കുക. അതേപോലെ തന്നെ അത് മീൻസ് ഗ്രേ പാരറ്റോ മെക്കാവോസോ ആമസോൺസോ അങ്ങനത്തെ കുറച്ച് നല്ല പാരറ്റ് വലിയ വിഭാഗത്തിലുള്ള പാരറ്റ്സിന് അല്ലെ എക്ലറ്റ്സോ അങ്ങനെ തന്നെ എടുക്കാം, അതിന് മാർക്കറ്റ് ഇന്നുണ്ട്. പിന്നെ അധികം ബ്രീഡായി ഇറങ്ങാത്ത ബേഡ്സിന് എടുക്കുന്നത് നന്നാവും. കാരണം എന്താ വെച്ചാൽ അങ്ങനെ അധികം ബ്രീഡായി ഇറങ്ങാത്ത ബേഡ്സ് എപ്പോഴും മാർക്കറ്റ് ഷോർട്ട് ആയിരിക്കും, അതുകൊണ്ട് അതിന്റെ ഡിമാൻഡ് കയറാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, രണ്ടാമത്തത്. അതേപോലെ തന്നെ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് മാർക്കറ്റ് അവൈലബിലിറ്റി കുറഞ്ഞ ബേഡ്സിന് എടുക്കുക. ഇപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മളെ സണ്ണിന് ശേഷം ഇപ്പൊ സണ്ണാണ് ഇപ്പൊ നിലവിൽ മാർക്കറ്റിൽ അവൈലബിലിറ്റി ഇത്രയധികം കൂടി കിടക്കുന്ന ഒരു ബേഡ്. അല്ലാത്ത ബേഡ്സിനൊക്കെ ഒരു സഡൻ ഒരു വൃത്തിക്കുള്ള മാർക്കറ്റ് ഉണ്ട് കേട്ടോ നിലവിൽ ഇപ്പോൾ. പിന്നെ ഇനിയിപ്പോൾ വെക്കേഷൻ ആയാൽ പലരും തുടങ്ങുന്നുണ്ട്, പലരും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഞങ്ങൾ തുടങ്ങാൻ ആഗ്രഹമുണ്ട്, അപ്പോൾ ഏതാണ് ബേഡ് ചെയ്യേണ്ട, സ്റ്റാർട്ടിങ് ബിഗിനർ ബേഡ് ഏതാണെന്നൊക്കെ. അത് ഞാൻ അടുത്തൊരു വീഡിയോ പറയാം കേട്ടോ. അല്ലെങ്കിൽ ഈ വീഡിയോ ഉൾക്കൊള്ളിച്ചാൽ വളരെ ലോങ് വീഡിയോ ഇപ്പോൾ, അപ്പോൾ അത് ശരിയാവില്ല. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ പറയാം ഏതാ നല്ല ബേഡ് എന്ന്. അപ്പം അങ്ങനത്തെ ബേഡ്സിന് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് അധികം പൈസ മുടക്കാനില്ല, കാരണം അത്രയും വലിയ ബേഡ്സ് എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. കോക്കട്ടൈൽസിലാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന കുറച്ച് ബേഡ്സ് വെച്ചാൽ ആൽബിനോസ് മാർക്കറ്റ് ഉണ്ട്, പൈഡ്, ഈ രണ്ടിനും മാർക്കറ്റ് ഉണ്ട് കോക്കട്ടൈൽസിൽ കേട്ടോ. രണ്ടും മാർക്കറ്റ് ഒരിക്കലും പൊട്ട രണ്ട് ബേഡ്സ്, രണ്ട് ബ്രീഡാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഹെലികോപ്റ്റേഴ്സ് 2000-3000 പെയർ കിട്ടാണ്ട് അത്യാവശ്യം അതിപ്പോൾ അതൊക്കെ എപ്പോഴും സെയിൽ പോസ്റ്റ് ഇട്ടാൽ പോകുന്നൊരു ബേഡാണ് ഹെലികോപ്റ്റർ. നിലവിൽ ആദ്യം ഷോബജീസ് ഒറ്റ മാർക്കറ്റ് ഡൗൺ ആണെങ്കിൽ ഇപ്പോൾ ഷോബജീസ് നന്നായിട്ട് മാർക്കറ്റ് കയറി വരുന്നുണ്ട്. ഷോബജീസ് മീൻസ് നമ്മളെ വലിയ ലവ് ബേഡ്സ് ഓരങ്ങനെ. പിന്നെ നമ്മളെ കൊനൂർസിന് എടുക്കുകയാണെങ്കിൽ റെഡ് ഫാക്ടേഴ്സിന് മാത്രം എടുക്കുക. റെഡ് ഫാക്ടേഴ്സിന് അന്നും ഇന്നും മാർക്കറ്റ് ഉണ്ട്. അതേപോലെ സൺകൊനൂർ ആണെങ്കിൽ റെഡ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ റെഡ് ഡോമിനന്റോ യെല്ലോ ഡോമിനന്റോ എടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും ആ ഫുൾ ഗ്രീനിഷ് കയറി സൺകൊനൂറിന് എടുക്കുക. അതിന് ആർക്കും വേണ്ട, അതിന് ആ മാർക്കറ്റ് പറ്റില്ലാത്തൊരു ബേഡാണ് അത്. ഓക്കെ, പലതരം ബേഡ്സിലേക്ക് പോവുകയാണെങ്കിൽ ക്വാളിറ്റി മസ്റ്റ് ആയി നോക്കുക. ഞാനൊരു ഇൻവെസ്റ്റർക്ക് എന്താണ് വേണ്ടെന്ന കാര്യം മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ. എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊരു വീഡിയോ മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോഴുള്ള മാർക്കറ്റ് ആണല്ലോ, ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന മാർക്കറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ പല ഫാമുകളും അടച്ചു പോയ സ്ഥിതിക്ക് സാധനങ്ങൾ മാർക്കറ്റിൽ ഷോർട്ട് ആവും. അതുപോലെ പല ബ്രീഡേഴ്സ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ബാക്ക് ടു വർക്ക്, അത് ബാക്ക് ടു ഓഫീസായ പലരും നിലവിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ സമയത്ത് ഇവരെ കയ്യിൽ നിന്നൊക്കെ ബേഡ്സുകളെല്ലാം കൂടി മാർക്കറ്റ് ചുരുങ്ങും. ആ സമയം എന്താ വെച്ചാൽ ഇതേപോലെ പണ്ടത്തെ പോലെ തന്നെ ഈ ബേഡ്സിന് എന്ത് ചെയ്യും, ചിക്കളൊക്കെ ഷോർട്ട് ആവുന്ന സമയത്ത് പഴയ മാർക്കറ്റ് പിന്നെയും കയറും. കാരണം നമ്മൾ ഒരിക്കലും ഇതൊരു പെട്ടെന്ന് സഡൻ ആയി നിൽക്കുന്നവരൊന്നല്ല ഈ ബേഡ്സ് മാർക്കറ്റ്. താഴ്ന്ന് പൊന്തി വരുന്ന മാർക്കറ്റാണ് ഈ ബേഡ്സ് മാർക്കറ്റ് എന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യുക, താഴ്ന്ന് പൊന്തി വരുന്നവര് ആ സമയത്തുള്ള ക്വാളിറ്റിയുള്ള ബേഡ്സിന് നോക്കി വാങ്ങും. അപ്പൊ എന്ത് ചെയ്യും, മാർക്കറ്റ് ഒന്നും കൂടി വരും. അങ്ങനെയാണ് ഇപ്പൊ ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷ. അങ്ങനെ ആയിരിക്കും ഫ്യൂച്ചറിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ മനസ്സിലായല്ലോ.